കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിശപ്പെന്ന കാര്യം തന്നെ ഡിലീറ്റ് ചെയ്തേക്ക്. TV കണ്ട നമ്മുടെ വിശപ്പ് കുറയുന്നാണോ? നിനക്ക് വിശപ്പേ ഇല്ലെന്ന് വിചാരിച്ചാ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഞാനും അങ്ങ് ഇല്ലാണ്ടാവും. വ്രതം എടുക്കണമെന്ന് ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ദൈവം തന്നെ പറയണോ? ഏട്ടന്റെ അമ്മ തന്നെ പറഞ്ഞില്ലേ. അവർക്കെന്താ, എന്ത് വേണമെങ്കിലും പറയാലോ. വിശന്ന് ചാവുന്ന ഞാനല്ലേ. നിന്റെ അമ്മ നിന്നെ വല്ലാണ്ട് കൊഞ്ചിച്ച് വഷളാക്കി കളഞ്ഞു. ഈ വിശപ്പ് പോലും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല, നിനക്ക് അറിയില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യ് ഭാവനെ. ഏട്ടൻ ഇപ്പൊ ഫുഡ് വേണം, അത്രയല്ലേ ഉള്ളൂ. അതന്നെ നന്നായിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തോളൂ. വിട്ടു കഴിഞ്ഞു. ഒന്നുകൂടി ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് വിട്. ഇത് എത്ര നേരം ചെയ്യണം? വൈകുന്നേരം വരെയും. കാറ്റിനെയും ഭക്ഷണം അക്കവടി. നന്നായിട്ട് കഴിക്ക്. സോറി ശ്വാസം വലിക്ക്. Excuse me. Yes. എന്താ പറയാനുള്ളത്? Compromise. സോറി. Compromise. വെരി സോറി. Compromise. സോറി. Why? എന്റെ ഇഷ്ടം. കിട്ടിയ ചാൻസ് വിട്ടുകളയാൻ പാടില്ല. അങ്ങനെയാണോ? നല്ല അവസര മിസ് ചെയ്ത പിന്നെ കിട്ടേയില്ല. ഗോ ടു സ്കൂൾ. അതിന് ഇന്ന് എനിക്ക് സ്കൂളില്ല. സോ വാട്ട്? കോംപ്രമൈസ്. നീ എന്തിനാ കോംപ്രമൈസ് എന്ന് പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ടിഫിന് വേണ്ടിട്ടല്ലേ? അല്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ടിഫിൻ ഇല്ല നിനക്ക്. അനുവിനും കീർത്തിക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇനി ടിഫിൻ ഉണ്ടെങ്കിലും ഈ ഉണ്ണിക്ക് അത് വേണ്ട. ഓഹോ, നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമല്ലോ. ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വേണോ? അതെന്റേതായതുകൊണ്ട് ന്യായമായിട്ട് അതെനിക്ക് തന്നെ കിട്ടണം. സോറി, ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് അതും തരാൻ പറ്റില്ല. സ്കൂൾ ഉണ്ടെങ്കിലേ തരാൻ പറ്റൂ. പ്ലീസ് അമ്മ, നന്നായിട്ട് വിശപ്പുണ്ട്. എന്താ ഉണ്ണി? പാവം എന്റെ മുത്ത് ചക്കര, എന്റെ ചെല്ല കുട്ടി, നിനക്ക് വിശക്കുന്നുണ്ടോടാ? അയ്യോ, എന്റെ മോന് വിശക്കുന്നു. എന്റെ മുത്തിന് എന്താ വേണ്ടത്? എന്താ കഴിക്കാൻ വേണ്ടത്? ചൂടോടെ ഇപ്പൊ എന്താ ഉണ്ടാക്കി തരിക? എന്താ എടുക്കേണ്ടത്? ഈ കുട്ടി വയറിന് ഇപ്പൊ എന്താ വേണ്ടത്? അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമെന്ന് നീ വിചാരിച്ചോ? ചാൻസേ ഇല്ല. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാലേ നിന്റെ അച്ഛനോട് പോയി പറ. ഇതെന്തായാലും ടൂ മച്ച് ആണമ്മേ. എങ്ങനെ? ഇന്നലെ നീ ചെയ്തതിന്റെ അത്ര വരില്ലല്ലോ. ഇന്നലെ നീ എന്തൊക്കെയാ കമന്റ് ചെയ്തേ? എന്നെ എന്തുമാത്രം വെറുപ്പിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ കളിയാക്കിയില്ലേ? പോടാ, പോയി നിന്റെ അച്ഛനോട് തന്നെ വേണ്ടത് എന്താന്ന് വെച്ചാ ചോദിക്കും. ഞാനൊന്നും തരില്ല. അമ്മേ അമ്മേ, ഇതെന്താ വസു? ഉണ്ണി വിശക്കുന്നു പറഞ്ഞിട്ട് നീ എന്താ അവന് ഭക്ഷണം കൊടുക്കാത്തത്? അവനോട് അങ്ങനെ തന്നെ ചെയ്യണം. ഈ ഇടയായിട്ട് അവൻ ഇത്തിരി അഹങ്കാരം കൂടുതലാ ചേച്ചി. ചെറിയ കൊച്ചിന്റെ അടുത്താണ് ഇങ്ങനെയൊക്കെ വാശി കാണിക്കുന്നത്. ഞാൻ കാര്യമായിട്ടൊന്നുമല്ല ചേച്ചി, വെറുതെ പറഞ്ഞതാ. ഉണ്ണിയും കൂടെ ഇന്ന് വ്രതം എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഉണ്ണിയെ കൊണ്ട് എന്തിനാ ഇങ്ങനെ വ്രതം എടുപ്പിക്കുന്ന വസു? ഒന്ന്, വ്രതം എടുക്കുന്നത് ശരീരത്തിന് നല്ലതാ ചേച്ചി. രണ്ട്, ദൈവഭക്തിയും കുറച്ച് കൂടുതലാകും. കുട്ടികൾക്ക് ദൈവത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും കുറച്ച് അറിവുണ്ടാവണം. ഓ, ഇതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്തിനാ വസു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ?
കത്തിച്ചോട്ടെ. സൂക്ഷിച്ചു വേണേ ഉണ്ണി, കൈയൊന്നും പൊള്ളിയേക്കരുത്. കഴിഞ്ഞ തവണ ദീപാവലിക്ക് പൊട്ടാസ് പൊട്ടിച്ചപ്പോ പോലും എന്റെ കൈ ഒട്ടും തന്നെ പൊള്ളിയിട്ടില്ല. എന്നിട്ടാണോ ഈ വിളക്ക് കത്തിക്കുമ്പോ എന്റെ കൈ പൊള്ളാൻ പോകുന്നേ? വിളക്ക് കത്തിക്കണ്ടെന്നല്ല പറഞ്ഞത്. വിളക്ക് കത്തിക്കുമ്പോ വളരെ സൂക്ഷിക്കണമെന്നാ അമ്മമ്മ പറഞ്ഞത്. എന്റെ അമ്മയെക്കാളും ബെറ്റർ ആയിട്ട് ഞാൻ വിളക്ക് കത്തിക്കല്ലോ വല്യമ്മ. എത്ര വിളക്ക് കത്തിച്ചിട്ട് എന്ത് കാര്യ? ഇരുട്ട് എന്റെ രൂപത്തിൽ ഈ കുടുംബത്തെ മൂടിക്കൊണ്ടിരിക്കല്ലേ. എന്നെ ഓടിക്കൽ ഇവരെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എടുത്തി, എനിക്കൊരു ഡൗട്ട്. നമ്മൾ രാവിലെ മുതൽ ഫാസ്റ്റിംഗിലാണല്ലോ, എന്താ അതിന്റെ റീസൺ? ആ കാര്യം അമ്മ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. ഒന്നുമല്ല മോളെ, മനസ്സുപോലെ ശരീരവും നമ്മൾ ശുദ്ധിയായി സൂക്ഷിച്ചാൽ നല്ലതല്ലേ. അതിനാണല്ലോ വ്രതം എടുക്കുന്നത്. എന്തൊരു വെറുപ്പിക്കല ഇത്. മനുഷ്യനിവിടെ വിശന്നിട്ട് വയ്യ, അപ്പോഴാ പ്രഭാഷണം. ഈ വിളക്കൊക്കെ എന്തിനാ കത്തിച്ചു വെച്ചിരിക്കുന്നേ? ശരിക്കുള്ള കാരണം എനിക്കും അറിയില്ല. ദീപം മംഗളകരമായതുകൊണ്ട് ചിലപ്പോ കത്തിക്കുന്നതായിരിക്കാം. എന്താ വസു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അറിയാമെങ്കിൽ പറഞ്ഞോളൂ. നിനക്കറിയാത്ത കാര്യം ഇവക്ക് എങ്ങനെ അറിയാനാ? മോന്ത കൊണ്ടില്ലേ. ദീപം എന്ന് വെച്ചാ പ്രകാശം. പ്രകാശം എന്ന് പറയുമ്പോ വഴികാട്ടി. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും നല്ല വഴി കിട്ടാൻ വേണ്ടിട്ടാ നമ്മൾ ദീപം കത്തിക്കുന്നത്. അതുമാത്രമല്ല ചേച്ചി, നമ്മൾ ഈ കത്തിക്കുന്ന ദീപങ്ങളിലെല്ലാം നവഗ്രഹങ്ങളുടെ ശക്തിയുണ്ട്. നവഗ്രഹങ്ങൾക്കും ദീപത്തിനും തമ്മിൽ എന്താ ബന്ധം വസു? ചില ബന്ധങ്ങളുണ്ടമ്മേ. ദീപങ്ങളിലെ ചുവന്ന ഭാഗമാണ് സൂര്യൻ, വെള്ള നിറമാണ് ചന്ദ്രൻ, കത്തുന്ന ദീപവും പുകയുമാണ് ചൊവ്വ, വിളക്കിലെ തിരിയാണ് ബുധൻ, വിളക്കിലെ ജ്വാലയിൽ കാണുന്ന മഞ്ഞ നിറമാണ് വ്യാഴം, ദീപത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളപ്രകാശമാണ് ശുക്രഭഗവാൻ, വിളക്കിൽ കാണുന്ന കറുത്ത നിറമില്ലേ, ആ കാണുന്നതാണ് ശനി ഭഗവാൻ, ദീപപ്രകാശത്തിന്റെ നിഴലാണ് രാഹു, വിളക്കെടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മോക്ഷമാണ് കേതു. അതുകൊണ്ട് തന്നെ വിളക്ക് ഒരു ലക്ഷ്മി സ്വരൂപം മാത്രമല്ല, നവഗ്രഹ രൂപം കൂടിയാണ്. ഇവക്കറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. എന്ത് ചോദിച്ചാലും മറുപടി പറയും. ഈ ദീപം എന്ന് പറയുമ്പോ പഞ്ചഭൂതങ്ങളുടെ രൂപവും കൂടിയാണമ്മേ. മണ്ണിന്റെ നിറമാണ് ദീപത്തിന്, നെയ്യാണ് ജലം, ദീപനാളം അഗ്നിയാണ്, ഓക്സിജനാണ് വിളക്ക് കത്താൻ സഹായിക്കുന്നത്, അതാണ് വായു എന്ന് പറയുന്നത്. ദീപത്തിന്റെ പ്രകാശം എല്ലായിടത്തും പരത്തുന്നില്ലേ, അത് ആകാശം. അതാണ് പഞ്ചഭൂതങ്ങളും ഈ ദീപത്തിലുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാ നമ്മൾ ദീപം കത്തിച്ച് മനസ്സ് തുറന്ന് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഴമക്കാർ പറയുന്നത്.
ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം വസു? ചിലത് പുസ്തകങ്ങളിൽ നിന്ന് അറിഞ്ഞേ, പിന്നെ അമ്മ പറഞ്ഞു കുറച്ചറിയാം. ദീപത്തെ പറ്റി പറയാൻ 2 മണിക്കൂർ എടുത്തു. ഇനിയിപ്പൊ പൂജ എത്ര മണിക്കൂർ ഉണ്ടാവോ എന്തോ. ഇത് കാർത്തിക മാസമല്ല, എന്റെ വയറ് കത്തുന്ന മാസ. ശരി, വരൂ, പൂജ ആരംഭിക്കാം. വാ ഏട്ടത്തി, ഇവിടെ എന്തിനാ ഇരിക്കുന്നേ? പൂജയ്ക്കുള്ള സമയമായി, വരൂ. ഞാനെന്താ അവിടെ ഇരിക്കുന്ന ദേവിയോ, അതോ എന്നെ ദേവിയാക്കി പൂജ ചെയ്യാൻ പോവാണോ? എന്തിനാണോ എന്നെ കൂടി വിളിച്ചോണ്ട് പോന്നത്? ഇനി ഭക്ഷണമൊക്കെ എപ്പോ ഉണ്ടാക്കാനാ? എന്റെ വിശപ്പ് എപ്പോ മാറുവോ ദൈവമേ? ഇവളും ഇവളുടെ പൂജയും. രാവിലെ ചെയ്ത പൂജ പോരാഞ്ഞിട്ട് വൈകുന്നേരം പൂജ വീണ്ടും. ഈ പൂജ കാരണം ഞാൻ തട്ടിപ്പോവോ എന്തോ. ഏട്ടത്തി, എന്താ പുറകിലിരിക്കുന്നേ? മുമ്പിലേക്ക് വരൂ. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് പോലെ എന്ത് സ്നേഹത്തോടെയാ വിളിക്കുന്നേ. ഞാൻ എവിടെ ഇരുന്നാൽ എന്താ എടുത്തി? മുന്നിൽ എടുത്തി ഉണ്ടല്ലോ, അത് മതി, ചെയ്തോ. ഏട്ടത്തി എപ്പോഴും ഇങ്ങനെ, എല്ലാം ഞാൻ ചെയ്യുന്നതാ സന്തോഷം. വസു, ഒരു നല്ല കീർത്തനം ചൊല്ല്. ദൈവമേ, ഇനി കച്ചേരി ഉണ്ടോ? ഇനിയും സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇപ്പൊ തന്നെ വേണം അമ്മേ. അന്ന് വസു പാടില്ലായിരുന്നോ? അതുപോലെ ഇപ്പോഴും പാട്. പാടെടുത്തി. പാടും മോളെ വസു. നിനക്ക് പാടാൻ അറിയാലോ, അതുകൊണ്ടാ അവര് പറയുന്നേ. വൈകാതെ പാടിക്കോ, ഇല്ലെങ്കിൽ വിശന്ന് മരിച്ചെന്നെ പാളയെ കിടത്തേണ്ടി വരും. കണ്ടോ വസു, നിന്റെ പാട്ട് കേൾക്കാൻ എന്റെ ഏട്ടത്തി കാത്തിരിക്കുക. നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? പാടമ്മേ. വളരെ നന്നായി പാടിയല്ലോ വസു. പാട്ട് വളരെ നന്നായിരുന്നു വസു. എക്സലന്റ് ആയിരുന്നു. അടുത്ത വർഷം വരുന്ന കാർത്തിക വിളക്കിന്റെ അന്ന് നീയും പാടണം കാർത്തികേ. നെക്സ്റ്റ് ഇയർ ആക്കുന്ന എന്തിനാ? ഇപ്പൊ തന്നെ പാടാലോ. വേണ്ട, നീ ഇപ്പൊ വാ തുറക്കല്ലേ കാർത്തികേ. ഓ
എന്തു പറ്റി ഏട്ടത്തി? കാർത്തിക നന്നായിട്ട് പാട്ട് പാടുമല്ലോ. അത് പിന്നെ എനിക്ക് വസുവേട്ടത്തിയുടെ അത്രയൊന്നും സൂപ്പറായിട്ട് പാടാൻ പറ്റില്ല. നിനക്ക് ഡിസൈനിങ് അറിയാം, വസുവിന് പാടാൻ അറിയാം, ഭാവനയ്ക്ക് നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഒരാളും മറ്റൊരാളെ പോലെ അല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം മംഗളകരമായിരുന്നു. അതെ അതെ. ആ അതെ അമ്മേ. ഈ കാർത്തിക മാസം മുഴുവൻ ഓരോ ദിവസം ഇങ്ങനെ ആയിരിക്കണം. എല്ലാ ദിവസവും വെച്ചാ ഡെയിലി ഫാസ്റ്റിംഗ് എടുക്കേണ്ടി വരുമോ? അതിന്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെ മാസം മുഴുവനും വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ടമ്മേ. അതെ അമ്മേ. രാവിലെ പച്ചവെള്ളം കുടിച്ചിട്ട് പകൽ മുഴുവൻ വ്രതം എടുത്ത് വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നവരും ഉണ്ട്. ഭക്ഷണം തരാതെ കച്ചേരി നടത്തുന്ന ആൾക്കാരെ ഇവിടെ ഇരുന്ന എനിക്കൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ സ്വയം എന്തെങ്കിലും കഴിച്ച് എന്റെ ജീവൻ നിലനിർത്തുന്നതാ ബെറ്റർ. അമ്മേ, അയ്യോ, അമ്മേ. ആരെങ്കിലും വരുന്നതിന് മുന്നേ എന്തെങ്കിലും അകത്താക്കണം. എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചപ്പോ ഇത്രയും ഭക്ഷണോ? ഇതൊക്കെ എപ്പോഴാ ഉണ്ടാക്കിയേ? ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പകുതി ഭക്ഷണം അകത്താക്കായിരുന്നു. ആദ്യം എവിടുന്ന് തുടങ്ങാം? വട തന്നെ ആവട്ടെ. നീ എപ്പോഴാ മോനെ വന്നേ? അമ്മമ്മയുടെ പുറകെ ഉണ്ടായിരുന്നു. എന്തിന്? അമ്മമ്മ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. പൂജ കഴിയുന്നത് വരെ കഴിക്കാൻ പാടില്ല. പൂജയൊക്കെ കഴിഞ്ഞല്ലോ. നിന്റെ അമ്മ പാട്ടും പാടിയല്ലോ. എല്ലാരും ഒരുമിച്ചിരുന്നല്ലേ കഴിക്കേണ്ടത്. അമ്മമ്മ ഒറ്റയ്ക്ക് കഴിച്ചാൽ എങ്ങനെയാ? അതെ, ഞാൻ കഴിച്ചതല്ലടാ. വട സോഫ്റ്റ് ആണോ അതോ കട്ടിയാണോ, പിന്നെ രുചിയൊക്കെ നോക്കാൻ വന്നതാ. അതേടാ. ഇല്ല, അമ്മമ്മ കള്ളം പറയുക. ഇവ പയ്യനാണോ കുട്ടിച്ചാത്തനാണോ? ഏട്ടത്തി, ഏട്ടത്തി ഇവിടെ എന്ത് ചെയ്യാണ്? തെറ്റാവുണ്ണി. പൂജ കഴിയുന്നവരെ ഒന്നും കഴിക്കാൻ പാടില്ല. എത്ര വിശപ്പുണ്ടെങ്കിലും എല്ലാരും ഒന്നിച്ചിരുന്നാ കഴിക്കേണ്ടത്. അയ്യോ, എന്തോ ഓരായിട്ട് അഭിനയിക്കുന്ന. എന്തു പറ്റി ഏട്ടത്തി? അത് പിന്നെ ഒന്നുമില്ല എടുത്തി. ചെറിയ കുട്ടിയല്ലേ, അറിയാതെ വടയെടുത്ത് കഴിക്കാൻ വന്നതാ. കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. എന്താ ഉണ്ണി, വിശക്കുന്നോ നിനക്ക്? ഇത്രയും നേരം കാത്തിരുന്നില്ലേ? കുറച്ചു നേരം കൂടി കഴിയട്ടെ. നീ പോയി ഡൈനിങ് ടേബിളിലിരുന്നു, എല്ലാം അവിടെ എത്തിക്കോളും. അയ്യോ ഏട്ടത്തി, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എല്ലാം അവര് ചെയ്തോളും. വന്നോളൂ. ഏട്ടത്തി ഒന്ന് വേഗം വാ. വരുന്ന എടുത്തി. ഉണ്ണി 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 സോറിടാ ഉണ്ണി. നിന്റെ അമ്മൂമ്മ വന്നതുകൊണ്ടാ നിന്റെ തലയിലേക്ക് വെച്ചത്. അത് സാരമില്ല അമ്മമ്മ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് വിഷമാവില്ല.
പക്ഷെ അമ്മമ്മക്കാണ് വഴക്ക് കിട്ടിയെങ്കിൽ അമ്മമ്മക്ക് ഒരുപാട് വിഷമാവില്ലായിരുന്നോ? ഇവനെന്താ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നേ? പക്ഷെ അമ്മമ്മ ചെയ്യുന്നതെല്ലാം വളരെ തെറ്റാ. എനിക്ക് ശരി പറഞ്ഞു തരേണ്ട ആള് തന്നെ ഇങ്ങനെ തെറ്റ് ചെയ്തോണ്ടിരുന്ന പിന്നെ എങ്ങനാ? ഇനി മുതൽ ഇങ്ങനെ തെറ്റൊന്നും ചെയ്യരുതേ. ദൈവം അതിനൊക്കെയുള്ള പണിഷ്മെന്റ് തരും. ചേട്ടാ, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ആലോചിച്ചതല്ല, കേൾക്കുകയായിരുന്നു. കേൾക്കുന്നോ? എന്ത് കേൾക്കുന്നു? തന്റെ പാട്ട് കേൾക്കുകയായിരുന്നു.